ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് വിസ്കി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു, സോപ്പിൻ്റെ നിർമ്മാണത്തെ പറ്റി കണ്ടു, അതുപോലെ തന്നെ പഞ്ചസാര എങ്ങനെ ഷുഗർ കെയിനിൽ നിന്ന് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു. ഇന്ന് നമുക്ക് ലോകത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ നമ്മളെ വിസ്മയിപ്പിക്കുന്ന കുറച്ച് മെഷീനുകൾ കണ്ടാലോ. ടോപ്പ് 10 മെഷീൻസ് ഇൻ ദ വേൾഡ്. നമ്പർ 10, വുഡ് കട്ടിംഗ് മെഷീൻ. പണ്ടൊക്കെ മരം മുറിക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇതുപോലുള്ള മെഷീൻസ് ഉണ്ടെങ്കിൽ എത്ര നിമിഷം കൊണ്ടാണ് മരങ്ങൾ മുറിച്ചു മാറ്റാൻ സാധിക്കുന്നത്. ഈ മെഷീൻ മരത്തെ മുറിക്കുക മാത്രമല്ല, മുറിച്ച മരത്തെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുകയും മരത്തിൻ്റെ ശിഖരങ്ങളെ വരെ അനായാസമായി റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. നമ്പർ 9, ട്രക്ക് സ്പീഡ്. നമുക്ക് മുറിച്ചു മാറ്റാൻ താല്പര്യമില്ലാത്ത ഒരു മരം ഉണ്ടെന്ന് കരുതുക. അതിനെ അതേപടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെങ്കിലോ? പണ്ട് അത് നടക്കില്ല, പക്ഷെ ഇന്ന് അത് നടക്കും. ദേ ഈ ഒരു മെഷീൻ വെച്ചിട്ട്. ഒരു മരത്തിനെ വേരോടെ പിഴുതെടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് സ്ഥാപിക്കാം. മനുഷ്യൻ്റെ കണ്ടുപിടുത്തം അപാരമാണ് അല്ലേ? നമ്പർ 8, കാർ ക്രഷർ. ഉപയോഗശൂന്യമായ വാഹനങ്ങളും മറ്റും പപ്പടം പോലെ പൊടിച്ച് മാറ്റി ഒരു മൂലയ്ക്ക് വെക്കണോ? അങ്ങനെയെങ്കിൽ ഈ ഒരു മെഷീൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും. വെറും പപ്പടം പൊടിക്കുന്ന ലാഘവത്തോടെയാണ് കാറുകളെ പൊടിച്ചെടുക്കുന്നത്. നമ്പർ 7, ടൈഗർ സ്റ്റോൺ. നമ്മുടെ നാട്ടിൽ റോഡിൽ ടൈലിടണമെങ്കിൽ എത്ര നാളുകളെടുക്കും? എന്നാൽ ഈ ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിലോ? നമ്പർ 6, റാപ്പ് ടൺ. നമ്മുടെ വീട്ടിലെ ചെടികളും മറ്റും ഷേപ്പ് ചെയ്യാനായിട്ട് ചെടി കട്ട് ചെയ്യുന്ന കത്രിക വെച്ചിട്ടാണല്ലേ നമ്മളെല്ലാവരും ചെയ്യാറ്. എന്നാൽ അതിനും ഒരു മെഷീൻ ഉണ്ടെങ്കിലോ? യെസ്, അതാണ് റാപ്പ് ടൺ. നമ്പർ 5, ടക്കൽ WB750. പുല്ലുകളും മറ്റും കട്ട് ചെയ്യുന്ന മെഷീൻ നമുക്ക് ഫെമിലിയർ ആണ്. എന്നാൽ ഇങ്ങനെ ഒരെണ്ണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്പർ 4, ഫയർ ഫൈറ്റിംഗ് റോബോട്ട്സ്. വലിയ കെമിക്കൽ പ്ലാന്റിലും മറ്റും തീയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് കയറി ചെല്ലാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അവിടെ കയറി ചെല്ലാനാവുന്ന ഒരേ ഒരു സാധനമാണ് റോബോട്ടുകൾ. യെസ്, അതാണ് ഫയർ ഫൈറ്റിംഗ് റോബോട്ടുകൾ. എത്രമാത്രം ഡെവലപ്ഡ് ആയിട്ടുണ്ട് മനുഷ്യരെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്പർ 3, ഇവൻറ്റ് ക്ലീനർ. ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ പറമ്പ് പിറ്റോസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇത് ക്ലീനാക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എന്നാൽ അതിനുമുണ്ട് ഒരു മെഷീൻ. ഇവനെന്തായാലും ആള് പുലിയാണ് കേട്ടോ. നമ്പർ 2, വുഡ് ചിപ്പർ മെഷീൻ. നമ്മൾ നേരത്തെ മരം മുറിക്കുന്ന മെഷീനാണ് കണ്ടത്. ഈ മെഷീൻ ചെയ്യുന്നത് തടികളെല്ലാം ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്പർ 1, സ്നോ പ്ലോവർ. മഞ്ഞ് മൂടിയ ട്രാക്കുകളും മറ്റും ട്രെയിൻ വരുന്നതിന് മുമ്പ് ക്ലീൻ ആക്കാനുള്ള ഒരു ട്രെയിൻ. അതെ, മഞ്ഞ് ക്ലീൻ ചെയ്യലാണ് ഈ ഒരു ട്രെയിനിൻ്റെ പണി. അത്ര ഹൈ എൻഡ് ടെക്നോളജി ഒന്നുമല്ലെങ്കിലും കാണുന്നവർക്ക് ഒരു കൗതുകമാണ് ഇതൊക്കെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.